ഹലോ ഗൈസ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മത്തിപ്പീര അല്ലെങ്കിൽ മത്തി പറ്റിച്ചത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒരു രീതിയിലാണ് കേട്ടോ. ഫസ്റ്റ് മത്തി നന്നായി കഴുകി വൃത്തിയാക്കണം. പിന്നെ ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ നന്നായിട്ട് അരയ്ക്കേണ്ട, ചെറിയ രീതിയിലൊന്ന് ചതച്ചെടുക്കാം മിക്സിയുടെ ജാറിൽ. പിന്നെ തേങ്ങ, അതുപോലെ അതിലേക്ക് നമ്മൾ തേങ്ങ തിരുമിയത്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ശകലം ഏറെ ഇടണം കേട്ടോ, എങ്കിൽ ആ ഒരു എരിവൊക്കെ വരത്തുള്ളൂ. ഇതും കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുക. അത് ചതച്ചെടുത്ത ആ മിക്സിലേക്ക് നമ്മൾ എന്തെടുക്കണം, ഉപ്പ്, അതുപോലെ തന്നെ കറിവേപ്പില ഏറെ ഇടണം, എങ്കിലൊരു ടേസ്റ്റ് കാണത്തുള്ളൂ. പിന്നെ അതുപോലെ വെട്ടിവെച്ച മത്തിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. പിന്നെ ഇത് നമ്മൾ വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിക്കണം. വെള്ളം ഓവറായി പോകരുത്, ഒരു മീഡിയം വെള്ളമേ ഒഴിക്കാവൂ. അപ്പോൾ അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് വെച്ചാൽ പുളിയാണ് കേട്ടോ. ഈ കറുത്ത പുളി ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ മറ്റേ സാദാ പുളി ഉണ്ടല്ലോ, രസത്തിനൊക്കെ നമ്മൾ വെക്കുന്നത്, ആ ഒരു പുളി എടുത്താലും മതി. അപ്പോൾ ഇത് കണ്ടില്ല, ഇതാണ് മത്തി വറ്റിച്ചത്. അപ്പോൾ ഇന്ന് ചോറിന് മത്തി വറ്റിച്ചത് മാത്രമല്ല, നല്ല പരിപ്പ് കറിയും ബീറ്റ്റൂട്ട് തോരനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു മത്തിപ്പീര മാത്രം മതി കേട്ടോ ചോറുണ്ണാനായിട്ട്. ഇപ്പോൾ ഇന്ന് മത്തിപ്പീരയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചെറിയ തീയിൽ വേവിച്ചെടുത്തുകൊണ്ട് മറ്റേ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ ടേസ്റ്റ് ഇങ്ങനെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു മീനിൽ.